വഖഫ് ബോർഡ് കേസിൽ തടസ്സ ഹർജിയുമായി ഷോൺ ജോർജ്. വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഷോൺ തടസ്സ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. വഖഫ് ബോർഡും ബോർഡ് അംഗങ്ങളും ഫയൽ ചെയ്യുന്ന ഹർജികളിൽ തങ്ങളുടെ വാദം കേൾക്കാതെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കരുത് എന്നാണ് ആവശ്യം. വിവരങ്ങളുമായി സജോ ദേവസി ചേരുകയാണ്. സജോ, മേൽക്കോടതിയിലേക്കുള്ള ഏതു നീക്കത്തിനും ഒരു ചെക്ക്. മാധു, അതുതന്നെയാണ്. നേരത്തെ ഷോൺ ജോർജിന്റെ അടക്കം ഹർജികൾ ഹൈക്കോടതിയിൽ വരികയും അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയുള്ള ഹൈക്കോടതി ഉത്തരവ് പുറത്തുവരികയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന വഖഫ് ബോർഡും വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസി മുക്കവും അടക്കമുള്ളവർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് വഖഫ് ബോർഡിനെ സംബന്ധിച്ച് പ്രവർത്തന നിയന്ത്രണമാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കരുത്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതിയുടെ അനുമതിയില്ലാതെ തീരുമാനമെടുക്കുകയോ നടപ്പാക്കുകയോ ചെയ്യരുത്, മൂലധന ചെലവ് വരുത്താൻ പാടില്ല എന്ന് തുടങ്ങി ഫലത്തിൽ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം മരവിച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന നിലയാണ് ഹൈക്കോടതി ഉത്തരവോടുകൂടി വന്നു ചേർന്നിരിക്കുന്നത്. ഇതിനെതിരെയാണ് വഖഫ് ബോർഡ് തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഷോൺ ജോർജ് കവിയേറ്റ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതായത് ഈ വിഷയത്തിൽ വാദം കേൾക്കുന്ന ഘട്ടത്തിൽ തന്നെ കൂടി കേൾക്കണം, തന്റെ വാദം കൂടി കേട്ടിട്ടല്ലാതെ ഏതെങ്കിലും ഇടക്കാല ഉത്തരവോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടക്കാല നിർദ്ദേശമോ അതടക്കം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്നതാണ് ഷോൺ ജോർജിന്റെ ഹർജിയിലെ ആവശ്യം എന്നതാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട എന്ത് നീക്കമുണ്ടായാലും അതിൽ തന്നെ കൂടി കേൾക്കണം, തന്റെ ഭാഗം കൂടി കേൾക്കണം എന്ന ആവശ്യമാണ് ഷോൺ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഹൈക്കോടതിയിലെ കക്ഷി എന്ന നിലയ്ക്ക് കൂടി അത് പരിഗണിക്കപ്പെടാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം സംബന്ധിച്ചുള്ള തുടർന്ന് അങ്ങോട്ടേക്ക് വഖഫ് ബോർഡിന്റെ പ്രവർത്തനം എങ്ങനെയാകും? ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ അത് മരവിച്ച അവസ്ഥയിൽ തന്നെയാണ്. കാരണം പുനഃസംഘടിപ്പിക്കുക എന്നതല്ലാതെ മറ്റു പോംവഴിയില്ല എന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ നിലവിലെ വഖഫ് ബോർഡ് അംഗങ്ങൾക്കൊക്കെ തുടരാൻ കഴിയുമോ എന്നതടക്കം വളരെ പ്രധാനപ്പെട്ടതും ഒരേ സമയം സങ്കീർണവുമാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. കാരണം ഷോൺ ജോർജും പ്രധാനമായും പറഞ്ഞത് നിലവിലെ ഭേദഗതി പ്രകാരം നിലനിൽക്കുന്ന ഭേദഗതിയാണ് അമുസ്ലിം അംഗങ്ങൾ വേണം എന്നുള്ളത്. അതിപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമുസ്ലിം അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കുക എന്നതിലേക്ക് പോകണം. അപ്പോൾ അതുൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ, സുപ്രഭാതത്തിന്റെ അടക്കം സമസ്തയുടെ അടക്കം വിമർശനങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും ഒരു പ്രതിസന്ധിയുണ്ട്. വഖഫ് ബോർഡിന്റെ ഇപ്പോഴത്തെ നിലവിലെ ഭരണസമിതിയെ സംബന്ധിച്ച് പ്രതിസന്ധിയുണ്ട്. അതിനിടെയാണ് സുപ്രീം കോടതിയിലെ നിയമപോരാട്ടം. അപ്പോൾ അതിൽ ഷോൺ ജോർജ് കൂടി കക്ഷി ചേരുന്നു. അപ്പോൾ സങ്കീർണമായ ഒരു നിയമപോരാട്ടത്തിലേക്ക് ഒരുപക്ഷെ അത് പോകാം. സർക്കാരിന് എളുപ്പത്തിൽ മറികടക്കണമെങ്കിൽ പുനഃസംഘടിപ്പിക്കണം, പക്ഷെ അപ്പോൾ രാഷ്ട്രീയമായ മറുപടി പറയേണ്ടി വരും എന്ന് തുടങ്ങി അത് രാഷ്ട്രീയമായും നിയമപരമായും ഒക്കെ സങ്കീർണമാകുന്ന ഒന്നുകൂടിയാണ്. അതിനിടെയാണ് ഷോൺ ജോർജിന്റെ ഹർജി കൂടി വരുന്നത്. ശരി, വലിയ പ്രതിരോധം വഖഫ് നിയമം ഉണ്ടാകുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ നിലയിൽ നടത്തിയതാണ്. അതിനുശേഷം വഖഫ് നിയമമാകുന്നു, അപ്പോഴും കോടതികളിലേക്ക് പോകുന്നു, നിലപാടുകൾ അറിയിക്കുന്നു. അതുവരെ ഒരു സങ്കേതം എന്ന നിലയ്ക്കാണ് തൽക്കാലം മുസ്ലിം ഇതര മതവിഭാഗത്തിൽ നിന്നുള്ളവരെ ഈ ബോർഡിലേക്ക് ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തി നിന്നത്. പക്ഷേ അത് ഇപ്പോൾ ഷോൺ ജോർജിന്റെ ഹർജിയിൽ സർക്കാർ സ്വീകരിച്ച നിലപാടോടുകൂടി അതിനൊരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ തന്റെ ഭാഗം കൂടി കേൾക്കണം എന്ന് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നു. അതായത് നിയമത്തെ ലംഘിക്കാനുള്ള ഒരു കുറുക്കുവിദ്യ, ആ നിലയ്ക്ക് അതിനെ കാണുന്നു എന്ന വാദമായിരിക്കും ഷോൺ ജോർജ് സ്വാഭാവികമായും സുപ്രീം കോടതിയിൽ ഉന്നയിക്കുക. എങ്കിൽ ഈ കേസിന്റെ മെറിറ്റിലേക്ക് അടക്കം കാര്യങ്ങൾ പോവുകയും ചെയ്യും.